ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഫിഷ് കറിയാണ്. 1000 പല്ലി എന്ന് പറയുന്ന ഒരു ഫിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇന്നത്തെ. ഇപ്പോൾ ഫിഷ് കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വരുന്നുണ്ട്. ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുള്ളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞ് ചെറിയ കഷ്ണം, രണ്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമണം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നതാണ് മുളക് മല്ലിപ്പൊടിയുടെ പരുവം. എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. പച്ചമണം മാറി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം കുറച്ച് ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് മാത്രമേ ചേർക്കാവൂ, കൂടുതലാകാൻ പാടില്ലേ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് സാറിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഫിഷ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. 1000 പല്ലി എന്ന് പറഞ്ഞൊരു ഫിഷാണ്, 1 കിലോ ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഫിഷ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫിഷ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊരു തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത്. ആദ്യത്തെ ഒരു തിള വരുന്നിടം വരെ നമ്മൾ തുറന്നു വെച്ചാണ് തിളപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫിഷിനൊക്കെ ഒരു ഉളുമ്പുള്ളത് തുറന്നു വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് അത് മാറിക്കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫിഷ് കറി നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഫിഷ് കറി ഒന്ന് തുറന്നു നോക്കി ചെക്ക് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത്തിരി കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി, ഫിഷ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം.
ഇടയ്ക്ക് ഇങ്ങനെ 1-2 പ്രാവശ്യം ചുറ്റിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഒരു നുള്ളു ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകിന് നല്ലൊരു ഫ്ലേവർ വരുമ്പോൾ കറിക്കുന്നത് പ്രത്യേക രുചിയാണ്. അടച്ചു വെച്ച് ഒരു 30 സെക്കൻഡ് അടച്ചു വെച്ച് വേവിക്കുക. ഇവിടെ ഫിഷ് കറി ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത്തിരി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫിഷ് കറി റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം മറന്നുപോയി, നിങ്ങളിതുപോലെ തയ്യാറാക്കാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്.